നല്ല നാടൻ കപ്പയും ചെണ്ടക്കപ്പയും മീൻകറിയും. നമുക്ക് മീൻകറി ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ? പോകാം വീഡിയോയിലേക്ക്. ആദ്യം നമ്മുടെ ചീനച്ചട്ടിയിൽ എണ്ണയൊഴിച്ചു, ചൂടായി, കടുകിട്ട് പൊട്ടിച്ചു. ടപ്പേന്ന് കടുക് പൊട്ടുമ്പോഴത്തേനും നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഞാനിന്ന് ക്രഷ് ചെയ്താണ് ഇതിനകത്ത് ഇടുന്നത്. സാധാരണ അരച്ചാണ് ചേർക്കുന്നത്, ഇന്നിപ്പോൾ ക്രഷ് ചെയ്താണ് ഇടുന്നത്. അതങ്ങോട്ട് ഇട്ട് അതിൻ്റെ ആ ഒരു പച്ച മണം ഒന്ന് മാറുമ്പോഴേക്കും അടുത്തയാളെ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ കുറച്ച് നേരം ഒന്ന് ഇട്ട് ഇളക്കി ആ ഒരു ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ, അല്ലെങ്കിൽ ഇളക്കിയില്ലെങ്കിലുണ്ടല്ലോ ഈ ക്രഷ് ചെയ്തെല്ലാം കൂടെ ആ ചട്ടി നോൺ സ്റ്റിക്ക് പാനാണെങ്കിൽ ഓക്കെ. ഇതിപ്പോൾ അല്ലാത്തതായതുകൊണ്ട് ചീനിച്ചട്ടിയുടെ അടിയിൽ എപ്പടി കരിഞ്ഞു പിടിക്കും. അതുകൊണ്ട് തോരെ ഇളക്കി കൊടുക്കണം. അങ്ങനെ ഇളക്കി അതിൻ്റെ ആ ഒരു പച്ച മണം മാറണം. അത് കഴിയുമ്പോൾ മഞ്ഞപ്പൊടി കറിവേപ്പില ഇട്ട് കൊടുത്തു. അതൊരു മണം സ്പ്രെഡാവാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ മീൻ കറി വെക്കുന്നത് അടുത്ത് ഉള്ളവരൊക്കെ അറിയും. അതിന് ഇച്ചിരി കറിവേപ്പില തട്ടിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ മീൻ കറിയൊക്കെ വെക്കുമ്പോൾ കറിവേപ്പില ഒരു പ്രധാന ഘടകമാണ്. അത് കഴിഞ്ഞിട്ട് മഞ്ഞൾ പൊടി. ഈ മഞ്ഞൾ പൊടിക്കൊക്കെ ഇച്ചിരി മൂപ്പ് കൂടുതലാണ്. അതുകൊണ്ട് നേരത്തെ അങ്ങിട്ട് ഇളക്കണം. കുറേ നേരം ഇളക്കി കഴിയുമ്പോഴത്തേനും അതിൻ്റെ മൂപ്പൊക്കെ അങ്ങ് കുറയും. അപ്പോഴത്തേനും മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ആവശ്യത്തിന് മതി കേട്ടോ, എരിവനുസരിച്ച്. മീൻകറിക്ക് മുളക് പൊടി കുറഞ്ഞു പോയാലും ഒരു കളറൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ആവശ്യത്തിന് മുളക് പൊടി. കളറ് കുറവാണെങ്കിൽ ഇച്ചിരി കാശ്മീരി ആണെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് കാശ്മീരി അല്ല കേട്ടോ, നല്ല എരിവുള്ള മുളക് പൊടി ഇവിടെ തന്നെ പൊടിച്ചതാണ്. മുളക് വെറുത്ത് വെച്ച് ഉണക്കി പൊടിച്ചെടുത്തതാണ്. നല്ല എരിവുള്ള സൈസാണ്. അത് വിട്ട് ഇങ്ങനെ വഴറ്റി നല്ലപോലെ വഴറ്റാം. കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഇട്ടത് ഉലുവാപ്പൊടിയാണേ. ഉലുവാപ്പൊടി മീൻകറിയുടെ മണം ഞാൻ പറഞ്ഞില്ലേ, ഉലുവാപ്പൊടിക്കല്ല മീൻകറിക്കൊരു മണമൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഉലുവാപ്പൊടി ഇട്ട് നല്ലപോലെ വഴറ്റി അതിൻ്റെ മൂപ്പൊക്കെ അങ്ങ് കുറയട്ടെ. അത് കഴിഞ്ഞ് നമ്മളെ കുടംപുളി വെള്ളത്തിൽ ഇട്ട് വെച്ചായിരുന്നേ. വെള്ളത്തിൽ ഇട്ട് കഴുകി ഞെരടി എടുക്കുക. അത് ഇട്ട് കൊടുത്ത് അരപ്പൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് നമ്മളിവിടെ ഉപ്പുപൊടി യൂസ് ചെയ്യാറില്ല. വെള്ളത്തിലിട്ട് ഉപ്പുകല്ല് വെള്ളമായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഉപ്പുപൊടി കുറച്ചായിട്ട് ഉപയോഗിക്കാറില്ല. അപ്പം ഞാൻ ഇതിലോട്ട് ഉപ്പുവെള്ളമാണ് ചേർക്കുന്നത്. സാദാ വെള്ളമല്ല, ഉപ്പുവെള്ളം. അപ്പം ഉപ്പുവെള്ളം കലക്കി വെച്ചത്. ഉപ്പ് നോക്കിയാണ് ഇടുന്നത്. കാര്യം ഉപ്പ് വെള്ളമായതുകൊണ്ട് ഉപ്പ് പൊടി പോലെ ഒരു സെറ്റാവുന്നില്ല. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഉപ്പൊക്കെ നോക്കിയാണ് ഇടയ്ക്കിടയ്ക്ക് ഒഴിക്കുന്നുണ്ട്. അത് ഉപ്പുവെള്ളമാണ്. നമ്മുടെ ആരോഗ്യത്തിന് നല്ലത് ഉപ്പ് വെള്ളമാണല്ലോ. എല്ലാം കണക്കാം. എന്നാലും ഉപ്പ് കല്ല് നല്ലതാണെന്നൊക്കെ പറയുന്നതുകൊണ്ട് അങ്ങ് ഉപയോഗിക്കുക. എല്ലാത്തിലും മായവാ വിഷമാണെന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ്? കറിവേപ്പില ഉണ്ടെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കാം. കറിവേപ്പില എത്രയുണ്ടെങ്കിലും ഈ അരിപ്പൊക്കെ ഒന്ന് തിളച്ച് വരട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. മീൻകറിയൊക്കെ ഇപ്പം ആർക്കാണ് ഉണ്ടാക്കാനറിയാം. എന്നാലും ഇട്ടു ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഒരു മീൻകറി ഉണ്ടാക്കി ഇപ്പം ജസ്റ്റ് വീഡിയോ എടുത്തു, ഇതിലേക്ക് ഇട്ടു. അപ്പം ഇനിയിപ്പോൾ ഈ വെള്ളം തിളച്ച് കഴിയുമ്പോഴത്തേനും നമുക്ക് മീനിട്ട് കൊടുക്കാം. എല്ലാവരും മീൻകറിയൊക്കെ വെക്കാറുണ്ട്. എന്നിരുന്നാലും ഞാനിപ്പോൾ ഇട്ടെന്നേ ഉള്ളൂ. മീനും കൂടി ഇട്ട് കൊടുത്തു കഴിയുമ്പം മൂടി വെച്ച് തിളപ്പിക്കുക.
അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.